നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് അടുത്ത് വരുന്നു. അതിൻ്റെ ഒരു ആവേശത്തിലേക്ക് ഫുട്ബോൾ ലോകം മാറുന്നു. ഇൻ്റർനാഷണൽ ബ്രേക്ക് ഇതാ 2 ദിവസം കൊണ്ട് അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വേൾഡ് കപ്പിൻ്റെ സമയത്താണ് ഫിഫ വിൻഡോ വരുന്നത്. ആരിത്തവണ വേൾഡ് കപ്പ് നേടും? പല എക്സ്പേർട്ടുകളും പണ്ഡിറ്റുകളും ഒക്കെ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു സമയമാണ്. ഇതാ ഇംഗ്ലണ്ടിൻ്റെ ഇതിഹാസ താരം ഗാരി ലിനേക്കർ, 1986 വേൾഡ് കപ്പിലെ ഗോൾഡൻ ബൂട്ട് വിന്നറായ ഗാരി ലിനേക്കർ, അദ്ദേഹം ഇത്തവണത്തെ കിരീട ഫേവറിറ്റുകൾ, കൂടുതൽ കിരീട സാധ്യത ആർക്കാണ്, ഏതൊക്കെ ടീമുകൾക്കാണ് സാധ്യത എന്ന് വിശദമായിട്ട് പറയുന്നുണ്ട്. ദി റെസ്റ്റ് ഈസ് ഫുട്ബോൾ പോഡ്കാസ്റ്റ് എന്നുള്ള പോഡ്കാസ്റ്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് വളരെ തൊട്ടടുത്ത് എത്തി നിൽക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് സ്പെയിനാണ് ഫേവറിറ്റ്സ്. ബുക്കീസൊക്കെ സ്പെയിനെയാണ് ഫേവറിറ്റ്സ് ആയിട്ട് കാണുന്നത്. ഇംഗ്ലണ്ടിനെയും വളരെ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഫ്രാൻസ്, അർജൻറ്റീന, ബ്രസീൽ, ഈ ടീമുകളാണ് ബിഗ് 5. സ്പെയിന്, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, അർജൻറ്റീന, ബ്രസീൽ, ഈ ടീമുകളെ നമുക്ക് വേൾഡ് കപ്പിൽ കൂടുതൽ സാധ്യതയുള്ള 5 ടീമുകളായിട്ട് കാണാം. തീർച്ചയായിട്ടും ഫ്രാൻസിനൊരു സൂപ്പർബ് സ്ക്വാഡുണ്ട്, ഹെൽ ഓഫ് എ സ്ക്വാഡുണ്ട്, അമേസിങ് സ്ക്വാഡാണ്. പക്ഷേ ഞാൻ പറയും സ്പെയിനിനാണ് കൂടുതൽ സാധ്യത എന്ന്. എൻ്റെ വോട്ട് സ്പെയിനിനാണ്. അവർ ഒരു പതിറ്റാണ്ട് മുമ്പ് ചെയ്തത് റിപ്പീറ്റ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. ഞാൻ പറയുന്നത് അവർക്ക് അത്തരത്തിലുള്ള സൂപ്പർ പ്ലെയേഴ്സിനെ ലഭിച്ചിട്ടുണ്ട് എന്നാണ്. സ്പെയിനാണ് ടീം ടു ബീറ്റ് എന്ന് പറയുന്നത്. എല്ലാ ടീമുകൾക്കും പരാജയപ്പെടുത്തേണ്ട ഒരു ടീം സ്പെയിനാണ്. എളുപ്പമല്ല. ഒബ്വിയസ്ലി ഇംഗ്ലണ്ട് വിജയിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പോർച്ചുഗലിനും ഒരു ഡീസൻ്റ് ഔട്ട്സൈഡ് ബെറ്റുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അവർ ആ ഒരു നരേറ്റീവ് ഉണ്ടല്ലോ, ക്രിസ്ത്യാനോക്ക് ചുറ്റുമുള്ള നരേറ്റീവ് അവർ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ മിനിറ്റ്സ് മാനേജ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിന് അദ്ദേഹം സന്നദ്ധമാവുമോ സമ്മതിക്കുമോ എന്നുള്ളതും കണ്ടറിയണം. എന്തായാലും അതവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അവർക്ക് സം ക്രാക്കിംഗ് പ്ലേയേഴ്സ് ഉണ്ട്. പിന്നെ പോർച്ചുഗലിന് ഗുഡ് ഔട്ട്സൈഡ് ബെറ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതോടൊപ്പം തന്നെ അർജൻറ്റീനയെയും ബ്രസീലിനെയും നമുക്ക് എഴുതി തള്ളാനും പറ്റില്ല. പക്ഷേ ഞാൻ പറയും, ഈ ടീമുകളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പറയും സ്പെയിനിനാണ് കൂടുതൽ സാധ്യത. ഇംഗ്ലണ്ട് ഡെഫിനറ്റ്ലി വൺ ഓഫ് ദി ഫ്രണ്ട് റണ്ണേഴ്സാണ്. പക്ഷേ ഫേവറിറ്റ്സ് തീർച്ചയായിട്ടും സ്പെയിൻ തന്നെയാണ്. ഇപ്പോൾ ഫ്രാൻസ് ഉണ്ടെങ്കിൽ പോലും ഞാൻ സ്പെയിനിനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. പിന്നെ റീസെൻറ്റ് ടൂർണമെൻറ്റുകളിൽ ഇംഗ്ലണ്ട് ടീം നല്ല രൂപത്തിൽ പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട്, വിന്നിങ് ചാൻസ് ഒക്കെ ഉണ്ട്. ബട്ട് ഐ ക്യാൻ റിമെമ്പർ എനി ഓഫ് us ആക്ച്വലി പ്രെഡിക്റ്റിംഗ് ഇംഗ്ലണ്ട് ടു വിൻ എ ടൂർണമെൻറ്റ് ഫോർ എ വൈൽ. കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മളാരും ഇംഗ്ലണ്ട് ഒരു ടൂർണമെൻറ്റ് വിജയിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്തത് എനിക്ക് ഓർമ്മയില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു, ഏറ്റവും അധികം കിരീട സാധ്യത ഇത്തവണയുള്ളത് സ്പെയിനിന് തന്നെയാണ്. ടോപ്പ് 5 ആയിട്ട്, ബിഗ് 5 ആയിട്ട് അദ്ദേഹം പറയുന്നത് സ്പെയിന്, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, അർജൻറ്റീന, ബ്രസീൽ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.